ഇവിടെ ടോപ്പ് തയ്ക്കാനായി ഞാൻ 1.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് തുണിയുടെ മടക്ക് വശം വരുന്നത്. ബാക്കിയുള്ള തുണി ഇതുപോലെ നീളത്തിൽ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഇതുപോലെ നീളത്തിൽ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നുണ്ട്. ഞാനിത് പേപ്പറിലൊന്ന് മടക്കി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. 1.5 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പേപ്പറിനെ എങ്ങനെയാണ് മടക്കുന്നതെന്ന് ശ്രദ്ധിച്ചോണേ. ആദ്യം തന്നെ നേരെ നടുവിലൂടെ നീളത്തിൽ മടക്കിയെടുക്കണം. ഈ വരുന്ന ഭാഗമാണ് തുണിയുടെ വീതി വശമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം മടക്കിയെടുത്താൽ മതി. കാരണം നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കി തുണി വേസ്റ്റായി പോവും. തുടക്കത്തിലൊക്കെ ചെയ്യുന്നവർക്ക് എല്ലാ തുണിയും കൂടെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഈ ഭാഗം നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് തുണി വേസ്റ്റായി പോകത്തുമില്ല. ഇതാണ് തുണിയുടെ മടക്ക് വശം വരുന്നത്. ഇത് ഓപ്പണിംഗ് സൈഡാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം എല്ലാം മനസ്സിലായല്ലോ, എങ്ങനെയാണ് മടക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി സ്ലീവിന് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ്. ഈ ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. പിന്നെ സംശയമൊന്നും ഉണ്ടാവണ്ടല്ലോ, അതുകൊണ്ട്. ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ തുണിയെ നന്നായിട്ടിടാം. ഇതൊരു റയോൺ ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങനെ അടങ്ങി ഇരിക്കത്തില്ല. ഞാൻ പിന്നൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം തുടക്കത്തിലൊക്കെ ആകുമ്പം കോട്ടൺ തുണിയെ തന്നെ ചെയ്ത് നോക്കണേ. ഇവിടെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 6.5 ഷോൾഡർ എടുക്കുന്നത്. അപ്പോൾ 6.5 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ താഴേക്ക് ആം ഹോളായിട്ട് എടുക്കുന്നത് 7 ഇഞ്ചാണ്. അത് താഴേക്ക് ടേപ്പ് വെച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് അളന്ന് നോക്കണം 6.5 തന്നെ ആണോ, അതിൽ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അളന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പിന്നെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാൻ. ഇനി ഇത് വരച്ചു കൊടുക്കാം. രണ്ടിടത്തും സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് ലൈനാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് അവിടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. എനിക്ക് 38 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 9.5 ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് 1.5യോ 2 എത്രയാണ് തുണിയുള്ളതിനനുസരിച്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. 2 കൂടണ്ട കേട്ടോ, അപ്പോൾ സൈഡിലൊക്കെ വല്ലാത്ത ചുളിവുകളൊക്കെ വരും. ഞാനിവിടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 11.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം സാധാരണ ആം ഹോളൊക്കെ വരച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ബാക്കി നമുക്കിനി നെക്കിലേക്ക് നോക്കാം. നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3.25 ഇഞ്ചാണ്. നിങ്ങൾക്ക് കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ് വേണ്ടതെങ്കിൽ 4 ഇഞ്ച് വരെ എടുക്കാം. ഞാൻ എടുക്കുന്നത് കുറച്ച് ഒതുങ്ങിയ കഴുത്താണ്, അതുകൊണ്ട് 3.25 ഇഞ്ച് മതി. നെക്ക് ഡെപ്ത്ത് എടുക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ബോക്സായിട്ട് ചെയ്ത് കൊടുക്കാം. സെയിം മോഡലിൽ ഇത് ഒരേ കസ്റ്റമറിന് തന്നെയുള്ള. അപ്പോൾ സെയിം മോഡലിൽ തയ്ച്ചപ്പം ഞാൻ ആദ്യം 4 ഇട്ട് തയ്ച്ചപ്പം അവർക്ക് അത്രയും വൈഡ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം 3.25 ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിനെ നമുക്കൊരു ബോക്സാക്കി ചെയ്ത് കൊടുക്കാം, വരച്ചെടുക്കാം. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഞാൻ നെക്ക് വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3.25 ഇഞ്ചും നെക്ക് ഡെപ്ത്ത് എടുത്തിരിക്കുന്നത് 4 ഇഞ്ചുമാണ്. ഈ 4 ഇഞ്ച് നമ്മൾ ഓർത്ത് വെക്കണേ. കാരണം സ്ലീവും ഷോൾഡറും കൂടി നമ്മൾ ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ഇഞ്ചിൻ്റെ അനുസരിച്ച് വേണം നമുക്ക് ഈ സ്ലീവിൻ്റെ മാർക്ക് ചെയ്യാനായിട്ട്. അതെപ്പോഴും ഈ 4 ഇഞ്ച് ഓർത്ത് വെച്ചോണം. നമ്മൾ എത്രയാണ് ഡെപ്ത്ത് എടുക്കുന്നതെന്ന് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോണം. ഇനി നമുക്ക് ഈ പോയിൻ്റിൽ നിന്ന് നമ്മളിവിടെ സീം അലവൻസ് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, അവിടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അതിനു മുൻപ് നമുക്ക് 2-3 അളവുകളും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഷോൾഡറിൽ നിന്ന് ഒരു 14 ഇഞ്ച് താഴേക്ക് വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ വേസ്റ്റ് എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് കൊടുക്കാം.
കുർത്തിയുടെ ടോട്ടൽ ഹൈറ്റ് എടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ ടോട്ടൽ ഹൈറ്റ് എടുത്തിരിക്കുന്നത് 29 ഇഞ്ചാണ്. 29 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് ഹൈറ്റ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെയാണല്ലോ വേസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീം അലവൻസ് ചേർത്ത് മാർക്ക് ചെയ്തിരിക്കുന്നിടത്തു നിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ഹിപ്പ് സൈസൊന്നും എടുക്കുന്നില്ല. ഇവിടെ നിന്ന് തന്നെ താഴേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും താഴേന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു ഷേപ്പ് ഇവിടെ വരച്ചു കൊടുക്കാം. തുണി അങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കി മുകളിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ആം ഹോളിൻ്റെ സൈഡിലേക്കുള്ള ലൈൻ വരച്ചു കൊടുക്കാം. അത് നമ്മുടെ സീം അലവൻസ് ആണ് ഇപ്പം വരച്ചത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട മാർക്കിംഗ് ആണ് ഈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു ലൈൻ അത് ഞാനൊന്ന് വരച്ചിട്ടുണ്ട്. ഞാനൊന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം. അതായത് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ആം ഹോളിൻ്റെ അതായത് സീം അലവൻസ് ഇട്ടിരിക്കുന്ന ഭാഗത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചിട്ടുണ്ട്. ഒന്നും കൂടി അത് കാണുന്ന പോലെ ഈ തുണി ആയതുകൊണ്ട് വരച്ചാലും അങ്ങനെ കാണത്തില്ല, ബുദ്ധിമുട്ടാണ്. എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം. അതിനുശേഷം ഇതിനെ കട്ട് ചെയ്ത് എടുക്കാം. നെക്കിൻ്റെ അവിടെ വരെ കട്ട് ചെയ്തു. അതിനുശേഷം ഷോൾഡറിലേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബോഡി പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി തുണി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഈ തുണിയെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇവിടെ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗമാണല്ലോ, അപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ട് ഇവിടെ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് നോക്കണം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം എവിടെ വരെയാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടം കൂടി ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സംശയമൊന്നും വരണ്ട, നമുക്കൊന്നും കൂടി ഒന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 3.4 എടുത്തിരിക്കുന്നത് നെക്കിൻ്റെ വിഡ്ത്തായിട്ട്. അപ്പോൾ ആ 3.4 വരുന്നിടത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാ തുണിയിലും പതിയുന്നത് പോലെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബോഡി പാർട്ട് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. സ്ലീവിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ തുണി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ നേരത്തെ എക്സ്ട്രാ വന്ന തുണി സൈഡിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. സാധാരണ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ അല്ല നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ഞാനത് കാണിച്ചു തരാം. തുണിയുടെ നീളവും വീതിയൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഇവിടെയാണ് ഈ തുണിയുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള വശം വരുന്നത്. ഇത് ഓപ്പണിംഗ് സൈഡാണ്. അതുപോലെ ഇപ്പുറവും ഓപ്പണിംഗ് സൈഡാണ് വന്നിരിക്കുന്നത്. നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള വശത്താണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത്. ഞാനൊരു 13.5 ഇഞ്ചാണ് ഇവിടെ ലെങ്ത് എടുക്കുന്നത്. 11.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഞാൻ എടുക്കുന്നത് 13.5 ഇഞ്ചാണ്. ആ 11.5 ഇഞ്ച് തന്നെ താഴെയും മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈനോടെ വരച്ചു കൊടുക്കാം. ഇവിടെ നെക്ക് ഡെപ്ത് എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ സൈഡിൽ എടുക്കുമ്പം 4ൻ്റെ ഇരട്ടിയെക്കാട്ടിൽ ഒരു 2-3 ഇഞ്ച് കൂടുതൽ വേണം ഈ ഭാഗത്ത് എടുക്കാനായിട്ട്. അപ്പോൾ 8 ഇഞ്ചും പിന്നെ തയ്യൽ തുമ്പും കൂടി ചേർത്ത് വേണം നമുക്ക് എടുക്കാനായിട്ട്. അതിന് മുമ്പ് നമ്മൾ ഈ ഫ്രണ്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതെടുത്ത് ഈ സ്ലീവിൻ്റെ മുകളിലേക്ക്, സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അളന്ന് നോക്കണം, എത്ര ഇഞ്ച് വരുന്നുണ്ടെന്ന് അളന്ന് നോക്കണം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുമ്പം ഒരേ വിഡ്ത്താണ് നെക്കിന് എടുത്തിരിക്കുന്നത്. ലെങ്തും വിഡ്ത്തും ഒരേപോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു 11 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്.
8 ഇഞ്ച് നമുക്ക് ആവശ്യമുണ്ട്, അതായത് 4 ഇഞ്ച് ഡെപ്തിൻ്റെ ഇരട്ടി അത്രയും വേണം. പിന്നെ തയ്യൽ തുമ്പും കൂടി ചേർത്ത് ഞാനൊരു 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 10.5 അര ഇഞ്ച് കൂടി ഞാൻ കുറയ്ക്കുന്നുണ്ട്. ഒരു 10.5 ഇഞ്ചിൽ ഞാൻ സ്ലീവ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കഴുത്ത് ഇറങ്ങി പോകണ്ടെന്ന് വെച്ചിട്ടാണ് വീണ്ടും ഞാനൊരു അര ഇഞ്ചും കൂടി കുറച്ചത്. കുറച്ചൊരു ഇറങ്ങി കിടക്കുന്ന കഴുത്താണ് ഇഷ്ടമെങ്കിൽ കുറയ്ക്കേണ്ട, ഒരു 11-12 ഇഞ്ച് വരെ ഈ ഭാഗത്ത് എടുക്കാം. അപ്പോൾ അതേ ഷേപ്പിൽ ഞാനത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ടാണ്. ഞാനിപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് പ്രത്യേകം എടുക്കുന്നില്ല. ഒന്നുകിൽ നമുക്കവിടെ ഇലാസ്റ്റിക് കൊടുത്ത് ചെയ്യാം, അതല്ലെങ്കിൽ ബാൻഡ് വെച്ച് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് നീളം കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാൻ സ്ലീവിൻ്റെ റൗണ്ട് അളന്നെടുക്കുന്നില്ല. ഇപ്പം ഇങ്ങനെ തന്നെ ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് റൗണ്ട് എനിക്ക് 11 വേണ്ടത്, പക്ഷേ അതിനെക്കാട്ടിൽ കൂടുതലാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ബോഡി പാർട്ടും ആയിട്ടുണ്ട്, സ്ലീവും ആയിട്ടുണ്ട്. ഇനി 2-3 ചെറിയ പീസ് തുണികളാണ് നമുക്ക് വേണ്ടത്. അതിന് മുമ്പ് ഞാനിതൊന്ന് വെച്ച് കാണിക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഷോൾഡർ, ഇത് സ്ലീവിൻ്റെ ഭാഗമാണ്. ഇങ്ങോട്ട് പോകുന്നത് ഷോൾഡറാണ്, ഇത് നെക്കാണ്. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവിന് ഞാൻ ഇലാസ്റ്റിക് അല്ല കൊടുക്കുന്നത്, ബാൻഡാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരു തുണി, ചെറുതായിട്ടൊരു തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക് ഇഷ്ടമാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാൻഡിന് വേണ്ടിയിട്ടുള്ള തുണിയും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 11.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഞാൻ 13 ഇഞ്ച് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ. വീതി എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് നെക്കിൻ്റെ ഭാഗമാണ്. ആദ്യം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏത് പോർഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേറെ ഒരു തുണി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു വശം തന്നെ മടക്കി വേണമെങ്കിൽ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ വേറെ ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടാണ് അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ നെക്ക് തയ്ച്ചു കൊടുക്കാനായി ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിന് നീളം വരുന്നത് 8 ഇഞ്ചാണ്, വീതി ഒരു 3 ഇഞ്ചും വരുന്നുണ്ട്. ഇത് മടക്കി ഇവിടേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അകത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. സാധാരണ ബ്ലൗസിൻ്റെയൊക്കെ പടി തയ്ക്കുന്നത് പോലെ തയ്ക്കാം. അതിന് മുമ്പ് ഈ 2 സൈഡും അകത്തേക്ക് അര ഇഞ്ച് വെച്ച് മടക്കി തയ്ച്ചിട്ട് വേണം നമുക്കുള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാനായിട്ട്. ഞാനതൊന്ന് തയ്ച്ച് കാണിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു മെഷീനിൽ ഇവിടെ ഒരു ലൈറ്റ് ഉള്ളത് കാരണം നിങ്ങൾക്ക് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഈ സൈഡ് ഒന്ന് മടക്കി തയ്ക്കുകയാണേ. ഇതുപോലത്തെ എംബ്രോയ്ഡറി മെഷീനൊക്കെ ആകുമ്പം ഇതുപോലെ ഒരു ലൈറ്റ് കാണും. അപ്പോൾ അതത്ര ക്ലിയറായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പം കാണത്തില്ല. അപ്പോൾ ഇനി ഇത് ഒരു വശം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇത് നെക്കുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുവാണേ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തയ്ക്കുന്നതിന് മുമ്പ് അത് 6.5 ഇഞ്ചാണോ വരുന്നതെന്ന് ഒന്നും കൂടി ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. ആ 6.5 ഇഞ്ച് വരെ നമ്മുടെ നെക്ക് വരാവുള്ളൂ. അതിനുശേഷം നമുക്ക് സ്ലീവും ഷോൾഡറും കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ചിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി കെട്ടിട്ട് നിർത്തണേ. അപ്പോൾ ഇത് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഈ അകത്തേക്ക് മടക്കി വെക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അത് ആദ്യം ഒന്ന് മടക്കി തയ്ക്കണം. ഒന്നിച്ച് വേണമെങ്കിലും നമുക്ക് മടക്കി തയ്ക്കാം. എന്നാലും ഒരു എളുപ്പത്തിന് വേണ്ടി ചുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ അത് ഒന്ന് മടക്കി തയ്ച്ചിട്ട് വേണം രണ്ടാമതകത്തേക്ക് ഒന്നും കൂടി തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ വീതിയുടെ ഭാഗമുള്ള 2 വശവും ഞാൻ അകത്തേക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതായത് 6.5ക്ക് അപ്പുറവും ഇപ്പുറവും ഉള്ള തുണി. നമ്മൾ 6.5ക്കാട്ടിലും കുറച്ചും കൂടി നീളമുള്ള തുണിയാണല്ലോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തത്, ചെറിയ തുണി.
അതിൻ്റെ രണ്ട് വശവും മടക്കി കറക്റ്റ് 6.5-യിൽ അകത്തേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം 1/4 ഇഞ്ചിലൊന്ന് മടക്കി തയ്ക്കാം. ഞാൻ അകത്തേക്ക് വെച്ചിരിക്കുന്ന തുണിയാണ് ഇപ്പോൾ 1/4 ഇഞ്ചിൽ മടക്കി തയ്ക്കുന്നത്. അതിനുശേഷം നെക്കിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പാർട്ടിലും ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ആണ് ചെയ്യേണ്ടത്. സ്ലീവും ഷോൾഡറും കൂടി ഇവിടെ ഒന്നിച്ചാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഷോൾഡറുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഇലാസ്റ്റിക്കാണ് നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ടത്. ഞാനൊന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്നതിന് മുൻപ് ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് മടക്കി തയ്ക്കണം. ഒരുപാട് മടക്കി തയ്ക്കരുത്. 1/4 ഇഞ്ച് മാത്രം നമുക്ക് മടക്കി തയ്ക്കണം അകത്തേക്ക്. ഇതുപോലെ ഞാൻ ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് മടക്കി തയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ലീവിലും ഞാനിതുപോലെ മടക്കി തയ്ച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 2 സ്ലീവിലും ഞാൻ 1/4 ഇഞ്ച് വീതം ഇവിടെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗമാണ് തയ്ച്ചെടുക്കേണ്ടത്. അതിനു മുമ്പ് ഞാൻ ആ ഇലാസ്റ്റിക്കിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തരാം. ഈ ഇലാസ്റ്റിക് വെക്കേണ്ട ഭാഗം ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഈ 1/4 ഇഞ്ച് തയ്ച്ചിരിക്കുന്നതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ടത്, ഇലാസ്റ്റിക്കിന് വേണ്ട സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നതിൻ്റെ വീതി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, 1/2 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 1/2 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ലെങ്താണ് വേണ്ടത്? നമ്മൾ നെക്കിന് ഡെപ്ത് കൊടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇവിടെ കട്ട് ചെയ്തെടുക്കേണ്ടത് 8 ഇഞ്ചിലാണ്. ഇവിടെ 8 ഇഞ്ചിൽ നമുക്ക് 2 ഇലാസ്റ്റിക് ഇവിടെ കട്ട് ചെയ്തെടുക്കണം. അതായത് 2 ഷോൾഡറിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 8 ഇഞ്ച് വീതമുള്ള 2 ഇലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മൾ നെക്കിൻ്റെ ഡെപ്ത് എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് ഇലാസ്റ്റിക് വെക്കേണ്ടത്. അപ്പോൾ ഈ 2 ഇലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഈ തുണിയിലേക്ക് വെച്ച് കൊടുക്കുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മൾ 1/4 ഇഞ്ച് തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ, മടക്കി അകത്തേക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു മടക്കിൻ്റെ കൂടെ താഴേക്ക് ഇവിടെ ഇലാസ്റ്റിക് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കണം. പക്ഷേ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കയറാത്ത രീതിയിൽ, ഇലാസ്റ്റിക് അതിനകത്തിൽ പോകുന്ന രീതിയിൽ വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ. ആദ്യം തയ്ച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 ഇഞ്ചും പിന്നെ 1 പോയിൻ്റ് താഴ്ത്തി തയ്ച്ചാൽ മതി. അപ്പോഴേ ഇലാസ്റ്റിക് അതിനകത്തിൽ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. ഇലാസ്റ്റിക് ഇട്ട് കഴിയുമ്പം ഒരു വശം ലോക്ക് ചെയ്യണം, ഈ ഒരു ഭാഗം, അത് മറന്നു പോകരുത്. ഇപ്പോൾ 2 സ്ലീവിലും ഞാൻ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവല്ല, ഇത് നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ തയ്ച്ചെടുത്ത 2 ഇലാസ്റ്റിക് തയ്ച്ചെടുത്ത 2 തുണികളും ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ നെക്ക് തയ്ച്ചെടുത്തതും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണിത് വരുന്നതെന്ന്. അപ്പോൾ ഇത് ഷോൾഡറിൻ്റെ ഭാഗമാണ്. ഇത് തയ്ക്കുന്ന ഇതിനെ ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് നെക്കിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഈ തുണി ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്തൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്യണം. ഈ 2 വശവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിലും തുണിയെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ അത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും 2 വശത്തും ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പോർഷനും ക്ലിയർ ആയിട്ടുണ്ട്.
ഷോൾഡറിൻ്റെ പോർഷനും ക്ലിയർ ആയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് നെക്കിൻ്റെ പോർഷനാണ്. ഇത് നമ്മളുടെ ഷോൾഡറാണ്. ഇനി നമുക്ക് സ്ലീവിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക, ഇവിടെയും വെച്ച് കൊടുക്കുക, നമ്മൾ താഴെ ചെയ്തതുപോലെ തന്നെ. ഞാൻ പക്ഷേ ഇവിടെ ബാൻഡാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ആദ്യം ഇതുപോലെ സ്ലീവിലൊരു ചുളിവുകൾ ഇട്ട് കൊടുത്തിട്ട് ഈ തുണിയെ മുകളിൽ വെച്ചിട്ട് താഴേക്ക് വേണമെങ്കിൽ മടക്കി തയ്ക്കാം, അല്ലെങ്കിൽ താഴെ വെച്ചിട്ട് ഇതുപോലെ താഴെ വെച്ചിട്ട് മുകളിലേക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കാണാനൊന്നും കൂടി ഭംഗിയുണ്ടാകുന്നത്. ഇത് ഞാൻ 2 സ്ലീവിലും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ സ്ലീവ് നമ്മൾ കുറച്ച് വലിയ സ്ലീവ് എടുത്തിരിക്കുന്നത്. ചുളിവുകൾ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ചുളിവുകൾ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ തുണിയെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ സ്ലീവ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവിലും ഇതുപോലെ തന്നെ ഞാൻ ചുളിവുകളിട്ട് വേറെ ഒരു തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് മടക്കി തയ്ച്ചിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഏകദേശം നമ്മളുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഞാനൊന്ന് നിവർത്തി ഇട്ടിട്ട് കാണിച്ചു തരാം. ഞാൻ നിവർത്തി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ കൂടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ താഴത്തെ വശവും അടുത്ത വശവും ഇതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം അടിഭാഗം മടക്കി തയ്ക്കാം. ഞാനിവിടെ ഒരു 5.5 ഇഞ്ചിൽ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. മടക്കി തയ്ച്ചതിന് ശേഷം താഴ്ഭാഗവും മടക്കി തയ്ച്ചതിന് ശേഷം ഒരു 5.5 ഇഞ്ചിൽ സ്ലിറ്റും കൂടി കൊടുത്ത് തയ്ച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇനി ഫുള്ള് തയ്ച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറഞ്ഞാൽ നല്ലതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.